നമസ്കാരം. നിങ്ങൾക്കൊരു 40-45 വയസ്സിന് ശേഷമൊക്കെ തന്നെ എല്ലിൻ്റെ ബലം കുറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അധികവും തന്നെ ഈ പ്രായം കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യത്തിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മുട്ടുവേദന എന്നുള്ള പ്രശ്നം, മുട്ട് തേയ്മാനം അല്ലെങ്കിൽ ആ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നത് കൊണ്ടുമൊക്കെ തന്നെ പല പല പ്രശ്നങ്ങൾ കാണാറുണ്ട്. കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ഒക്കെ ക്രിക് ക്രിക് എന്നുള്ളൊരു ചെറിയ സൗണ്ടൊക്കെ തന്നെ ഈ ജോയിൻറ്റുകളിൽ നിന്നൊക്കെ കേൾക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും അതുപോലെ നമുക്ക് ഞരമ്പുകൾക്കൊക്കെ തന്നെ ശക്തി ക്ഷയിച്ചു വരുന്നത് കാരണം സർക്കുലേഷൻ ശരിയായിട്ട് നടക്കാതെ വരുന്നതും ഇത്തരം നീർക്കെട്ടും വേദനയും ഒക്കെ അസഹ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാൽസ്യം ശരീരത്തിലുണ്ടോ എന്നുള്ളത് അത് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാൽസ്യത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ കാൽസ്യം മരുന്നുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണം, അല്ല, അതിലും നല്ലത് നമുക്ക് നമ്മുടെ ഭക്ഷണ രീതിയിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 7 കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് എന്നുള്ളത് നോക്കിയാലോ. ഇതിൽ ഒന്നാമത്തേത് ഹാലിൻ സീഡ്, അല്ലെങ്കിൽ നമ്മൾ ആശാളി എന്ന് മലയാളത്തിൽ പറയും. ശരീരത്തിൽ കാൽസ്യം കൂട്ടാനും അതുപോലെ സർക്കുലേഷൻ കൂട്ടാനും ഹീമോഗ്ലോബിൻ കൗണ്ടൊക്കെ കൂട്ടാനൊക്കെ ഉള്ള ഒരു കഴിവുകൂടെയുണ്ട്. കാൽസ്യം, അയൺ, മെഗ്നീഷ്യം ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ബലത്തിന് ഏറെ നല്ലതാണ്. വിളർച്ച, ദഹനക്കേട്, മലബന്ധം എന്നിവയ്ക്കൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഹോർമോൺ ബാലൻസ്, ആർത്തവ ക്രമീകരണം ഇവയ്ക്കൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ മുടി വളർച്ച, എല്ലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, ശരീരഭാരം കുറയ്ക്കാൻ, ഇരുമ്പ്, പ്രോട്ടീൻ, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസുകൾ എന്നിവയുടെ എല്ലാം തന്നെയുള്ള ഒരു ഉറവിടം കൂടെയാണ്. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു സംശയം വരാം. വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ. ഒരു സ്പൂൺ ഹാലിം സീഡ്, അധികമൊന്നും വേണ്ട, അത് നമുക്ക് ഒരു അല്പം വെള്ളത്തിൽ നന്നായിട്ട് രാത്രി കുതിർത്തിടാം. 2 രീതിയിൽ ഉപയോഗിക്കാം. ഇങ്ങനെ കുതിർത്തിട്ടതിന് ശേഷം രാവിലെ അതൊന്ന് തിളപ്പിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത്, ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ശർക്കരയും കൂടെ ചേർക്കാം. ശർക്കരയോടെ ചേർത്ത് കഴിക്കാനാണ് നല്ലത്. എക്സ്ട്രീംലി ഹൈ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു വിത്താണ് രണ്ടാമത്തേത്. ഏതാണെന്നല്ലേ? തില് അല്ലെങ്കിൽ എള്ള് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഈ കറുത്ത എള്ളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത്തരം കറുത്ത എള്ള് തന്നെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിന് കൂടെ, ഇത് നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അത്തരം പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും അതുപോലെ എല്ലിൻ്റെയൊക്കെ ബലം കൂട്ടാനും പല്ലിൻ്റെ ബലം കൂട്ടാനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. എല്ല് തേയ്മാനം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും അല്ലെങ്കിൽ മുടി കൊഴിച്ചിലധികമായിട്ടുള്ളവർക്ക്, പീരീഡ്സ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ, ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാം തന്നെ ഒരളവിൽ കൂടുതൽ ഉപയോഗിക്കരുത് എന്നേ ഉള്ളൂ. 1 മുതൽ 2 സ്പൂൺ വരെ ഒരു ദിവസം നിങ്ങൾക്കാവാം. നല്ല എണ്ണയൊന്നും ആക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇത് ഒന്ന് ഒരു ചെറിയ പീസ് ചുക്ക് മതി, ചുക്കും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. അതിന് കൂടെ അല്പ ശർക്കരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെഡിസിൻ കൂട്ട് തയ്യാറായിട്ടുണ്ട്.